ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗം വരുമ്പോഴാണ്. നാസിമാണ്. നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് വർക്കിന്റെ തിരക്കൊക്കെയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ ഉറപ്പായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവനായിട്ട് കണ്ടുകൊള്ളുക. ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഡിലീറ്റ് ആയി പോയിട്ടുള്ള ചാറ്റ്സ്, അതേപോലെ തന്നെ മീഡിയ ഫയൽസ്, വീഡിയോസ്, ഇതൊക്കെ എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷന്റെ ഒന്നും സഹായമില്ലാതെ ഇൻസ്റ്റഗ്രാമിൽ കൂടി തന്നെയാണ് 100% ട്രസ്റ്റഡ് ആയിട്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ഡാറ്റ റിക്കവറി നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവനായിട്ട് കണ്ടുകൊള്ളാൻ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക. ആദ്യം വെയിറ്റ് ചെയ്യേണ്ട, അന്നേരം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിലുള്ള ചാറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അത് ഏതൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു. ഇതിനുവേണ്ടി ആദ്യം തന്നെ ഇൻസ്റ്റഗ്രാം ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. പ്രൊഫൈൽ ഐക്കണിൽ വന്നതിന് ശേഷം റൈറ്റ് സൈഡിൽ ടോപ്പിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സെർച്ചിന്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഡൗൺലോഡ് എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. 2 ഓപ്ഷൻ വരും, ആർച്ചീവ് ഡൗൺലോഡും ഡൗൺലോഡ് യുവർ ഇൻഫർമേഷനും. നമുക്ക് ഡൗൺലോഡ് യുവർ ഇൻഫർമേഷൻ ആണ് വേണ്ടത്. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് സെന്ററിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇത് പോകുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പേജ് ലോഡായി വന്നു കഴിയുമ്പോൾ ക്രിയേറ്റ് എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു എല്ലാ പ്രൊഫൈലും, നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊഫൈലും ഇവിടെ വരുന്നുണ്ടായിരിക്കും. ഏത് പ്രൊഫൈലാണോ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് ടു ഡിവൈസ് എന്നുള്ള ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇനിയുള്ള സ്റ്റെപ്പ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്താണെന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെ മെയിലിംഗ് ID ഇവിടെ കാണുന്നുണ്ടായിരിക്കും, നോട്ടിഫൈ. അത് മെയിൽ ID പ്രോപ്പർ ആണോ നോക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഏതൊക്കെ കാര്യങ്ങളാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നമുക്കിപ്പോൾ മെസ്സേജ് ആണ് വേണ്ടതെങ്കിൽ മെസ്സേജ് മാത്രം സെലക്ട് ചെയ്യുക, ബാക്കിയെല്ലാം അൺസെലക്ട് ചെയ്തേക്കുക. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് മെസ്സേജ് ആണ്. അതുകൊണ്ട് തന്നെ മെസ്സേജിലെ മീഡിയാസും അതേപോലെ തന്നെ വീഡിയോസും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ബാക്കിയെല്ലാം ഞാനിവിടെ അൺടിക്ക് ചെയ്യുകയാണ്. ഒരു ബ്ലൂ കളറിൽ കാണുന്നില്ല, അതെല്ലാം ജസ്റ്റ് ഒന്ന് അൺടിക്ക് കൊടുത്തേക്കുക. ശേഷം താഴേക്ക് വന്നു കഴിയുമ്പോൾ മെസ്സേജസ് മാത്രം ഞാനിവിടെ ഓക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം അടുത്ത ആ ഒരു ഓപ്ഷൻ എത്ര നാളത്തെയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഡേറ്റ് റേഞ്ച് ആണ് ചോദിക്കുന്നത്. ലാസ്റ്റ് ഇയർ ഉണ്ട്, 3 months ഉണ്ട്, 3 years ഉണ്ട്. നമ്മൾ ഓൾ ടൈം ഇൻസ്റ്റാഗ്രാം തുടങ്ങിയപ്പോൾ മുതലുള്ളതുണ്ട്. നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ അടുത്തതായിട്ട് വരുന്ന ഫോർമാറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. HTML-ഉം JSON എന്നുള്ള ഒരു ഓപ്ഷനും കാണുന്നുണ്ടായിരിക്കും. മൊബൈലിലാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ JSON എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന സ്റ്റാർട്ട് എക്സ്പോർട്ട് എന്നുള്ളത് കൊടുക്കുക. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നുണ്ടായിരിക്കും. ആ ഒരു പാസ്വേഡ് പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ റീഡയറക്റ്റ് ചെയ്ത് വീണ്ടും നമുക്ക് ആ ഒരു ക്രിയേറ്റ് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ വരുന്നുണ്ടായിരിക്കും. 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ കൊടുത്ത ആ ഒരു മെയിൽ ID-യിലേക്ക് ഡാറ്റ എല്ലാം വരുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. മെയിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. Gmail ഓപ്പൺ ചെയ്യുക. മെയിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഭാഗത്തു നിന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഡൗൺലോഡ് യുവർ ഇൻഫർമേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ ഇൻസ്റ്റാഗ്രാമിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. അതിനുശേഷം വീണ്ടും നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ ചെയ്തപോലെ തന്നെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ സെർച്ച് ഓപ്ഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് എക്സ്പോർട്ട് യുവർ ഇൻഫർമേഷൻ എന്നാണ്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. റീഡയറക്റ്റ് ചെയ്ത് ആ ഒരു സൈറ്റിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരും. നമുക്ക് നേരത്തെ നമ്മൾ അവിടെ സബ്മിറ്റ് ആണ് ചെയ്തിരുന്നത്. തൊട്ട് താഴെ തന്നെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യുക. എത്ര MB ഉണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. വീണ്ടും പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ പാസ്വേഡ്, ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ദെൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഡൗൺലോഡ് കാണിക്കുന്നുണ്ട്. ഡൗൺലോഡിങ്ങിൻ്റെ നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് ചെയ്തായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഫോർമാറ്റിലാണ് ഇത് കിട്ടുന്നത്. നമ്മുടെ മൊബൈലിൽ കിട്ടാൻ നമ്മൾ എക്സ്ട്രാക്ട് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ടായിരിക്കും. അത് കൊടുക്കുക. നെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ റീനെയിം ചെയ്യാം. അതിനുശേഷം എക്സ്ട്രാക്ട് കൊടുക്കുക. എക്സ്ട്രാക്ട് കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. നമ്മുടെ മീഡിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഡിലീറ്റ് ആയി പോയുള്ള ചാറ്റ്സ് ഒക്കെ എടുക്കാം. ഇനി അവിടുന്ന് ഓപ്പൺ ആകുന്നില്ലെങ്കിൽ ഫയൽ മാനേജർ എടുക്കുക, ഇന്റേണൽ സ്റ്റോറേജ് എടുക്കുക. ഡൗൺലോഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക്
ഇൻസ്റ്റഗ്രാമിൻ്റെ ആ ഒരു നമ്മുടെ പ്രൊഫൈൽ നെയിം വെച്ചുള്ള ആ ഒരു ഫോൾഡർ കാണാൻ സാധിക്കും. ഇവിടെ താഴേക്ക് വന്നു കഴിയുമ്പോൾ യുവർ ഇൻസ്റ്റഗ്രാം ആക്ടിവിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണും ഏറ്റവും അടിയിൽ. അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ മെസ്സേജ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത മെസ്സേജ് എടുക്കുക. ഇവിടെ ഓൾ കോൺവെർസേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ മീഡിയ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാം കാണും. നമ്മളെല്ലാ ആളുകളുമായിട്ട് ചാറ്റ് ചെയ്തിരിക്കുന്ന പ്രൊഫൈൽ നെയിം ഇൻസ്റ്റഗ്രാമിൻ്റെ എന്താണോ അവർ കൊടുത്തിരിക്കുന്നത് അത് വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഒരു മെസ്സേജ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് JSON എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ വേണം. ദെൻ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിലേക്ക് പോകും. പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ഓപ്ഷൻ എടുക്കാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് എടുത്ത് കാണിക്കാം. ഞാനിപ്പോൾ അമൂല്യപാൽ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് എടുത്ത് കാണിക്കുകയാണ്. ഞാൻ ഇവിടെ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഒരു ചാറ്റാണ്. നമ്മൾ ചാറ്റ് ചെയ്തെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്നുമില്ല. ദെൻ നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ഒരു മെസ്സേജും കാണുന്നില്ല. ദെൻ ജസ്റ്റ് ഞാൻ ബാക്ക് പോയതിനു ശേഷം ആ ഒരു ആളുടെ മെസ്സേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഫോൾഡർ ബേസിൽ JSON വർക്കാവുന്ന പ്ലേ സ്റ്റോറിലെ ഒരു ആപ്ലിക്കേഷൻ കൂടി ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് റീഡ് ചെയ്യാം. പറഞ്ഞിരുന്നു 2 രീതിയിലുള്ള ചാറ്റ്സ് നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വാനിഷ് മോഡാണ്. വാനിഷ് മോഡ് ഇട്ട് നിങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ടൈം ആയിട്ടായിരിക്കും പോകുന്നത്. ഇത്തരത്തിലുള്ള ചാറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതേപോലെ തന്നെ ഒരു ചാറ്റിൽ 1 ടൈം ആയിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഫോട്ടോസോ വീഡിയോസോ അയച്ചിട്ടുണ്ടെങ്കിൽ അതും കിട്ടാൻ പോകുന്നില്ല. ഈ ഒരു 2 രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നത്. ഈവൻ ബ്ലോക്ക് ചെയ്ത ഒരാളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ചാറ്റ്സ് ഡിലീറ്റ് ആക്കി കളഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് വഴി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഡിലീറ്റ് ആയി പോയിട്ടുള്ള നമ്മുടെ ചാറ്റ്സ് ഒക്കെ റിക്കവർ ചെയ്ത് എടുക്കുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ആൻസർ നൽകുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും മെസ്സേജ് കൊടുക്കുക. ആദ്യം പറഞ്ഞ പോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുമ്പോൾ നാസിം ഈസ് സൈനിങ് ഓഫ്. താങ്ക് യു.